ഫാൻസ് കോടതിക്ക് പുറമെ മധുരം വിതരണം ചെയ്യുകയാണ്. ഈ ഒരു പെൺകുട്ടി അതിഹീനമായി കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ട ആ നിമിഷത്തെ, ആ വേദനയെ മറികടക്കാൻ ഈ ലഡു വിതരണത്തിന്, ഈ മധുര വിതരണത്തിന്, ഈ പടക്കം പൊട്ടിക്കലിന് കഴിയുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തെ പരിഹസിക്കേണ്ടതുണ്ടോ എന്ന് ഈ ഫാൻസ് കൂടി ആലോചിക്കുന്നത് നന്നാകും. അല്ല, സാധാരണഗതിയിൽ നോക്കൂ, KSRTC ബസ്സിൽ പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ആളുകൾ ജയിലിൽ പോയി തിരികെ വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടവരാണ് മലയാളികൾ. അപ്പോൾ ആ മാലയാണ് ഈ പറയുന്നത് പോലെ ഈ പ്രതികൾക്കൊക്കെ ഈ മധുരം പങ്കുവയ്ക്കാൻ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരടക്കം കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. ഈ റേപ്പിസ്റ്റുകളെക്കാൾ പേടിക്കേണ്ടത് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു പെൺകുട്ടി ഹീനമായി ആക്രമിക്കപ്പെട്ടിട്ട് അവർ വിരൽ ചൂണ്ടിക്കാണിച്ച ഒരാൾ കുറ്റവിമുക്തനാക്കുമ്പോൾ ആഘോഷിക്കുന്ന സമൂഹം. ദിലീപിന്റെ വീടിന് മുമ്പിൽ കേക്ക് മുറിക്കുന്നു, മധുര വിതരണം ചെയ്യുന്നു, കോടതിക്ക് മുമ്പിൽ മധുരം വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ 8 കൊല്ലം കേരളത്തെ പിടിച്ചു കുലുക്കിയ കേസിൽ പ്രവചിക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പലരും ആശങ്കപ്പെട്ടതുപോലെ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ഒരു ബലാത്സംഗ കേസിൽ ഒരു പ്രതിയെ തെളിവുകളുടെ ആനുകൂല്യത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുമ്പോൾ ഈ ആഘോഷം വേണോ എന്ന് നിശ്ചയമായും ചോദിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മധുര വിതരണവും പടക്കം പൊട്ടിക്കലിനും അപ്പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇനി അയാൾ ആണ് സംസാരിക്കുക. ഇതുവരെ കേട്ടത് ഏകപക്ഷീയമായ വിധിയെഴുത്തലുകളും വാർത്താ വിചാരണകളും മാത്രമാണ്. ഇനി ദിലീപിന് പറയാനുള്ളത് സമൂഹം കേൾക്കും എന്നതടക്കമുള്ള വിധിയെഴുത്തലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.